അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെയാണ് മക്കളെ എല്ലാവരും വർത്താനം? അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയത്. എത്രത്തോളം എടുക്കാൻ കഴിയുന്നൊന്നും ഞമ്മക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളെ റിനും റിഫൊക്കെ അന്ന് രാവിലെ തന്നെ ഒരു 6 മണിയാകുമ്പോഴത്തേന് ഓൾക്ക് മദ്രസിൽ എത്തണം. സുബൈക്കത്തെ മദ്രസാണ് ഓൾക്ക്. ഇപ്പം നമ്മളെ ഹിസുട്ടിനെ നീപ്പിച്ച് ഉണർത്തണം. ഓൾക്ക് 7:30 കേട്ടോ മദ്രസ്. ഓളെ നീപ്പിച്ച് ഉണർത്തി ഓളൊരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓളെ പറഞ്ഞേക്കണം. അപ്പോഴത്തേന് ഞാൻ ചായയും കടിയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച്. എന്നും നമ്മൾ ദോശ ഓട്ടാട പുട്ട് അങ്ങനത്തെ ഒക്കെ അല്ലേ ഉണ്ടാക്കല്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് മുട്ട കൊണ്ടുവന്നത് ഉണ്ടായിനി. അപ്പോൾ ഞാൻ മൈദപ്പൊടി ഉണ്ടായിനി. അപ്പോൾ മുട്ടദോശ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പഞ്ചസാര ഇട്ടാണ് മുട്ടദോശ ഉണ്ടാക്കുക, കുറച്ച് കുരുമുളക് പൊടി മല്ലിച്ചപ്പൊക്കെ ഇട്ടാണ് അങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ആ മാവൊക്കെ കൂട്ടീന് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കുരുമുളകും മല്ലിച്ചപ്പൊക്കെ പിന്നെ ലാസ്റ്റല്ലേ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ മാവ് ഒന്ന് കൂട്ടിയാൽ മതി. ലാസ്റ്റ് 2-3 നമുക്ക് ഹിസുമോൾക്കും റിനുവിനും റിഫൂനൊക്കെ ആണെങ്കിൽ നമുക്ക് ചൂടാൻ വേണ്ടിയിട്ട് അതിനങ്ങോട്ട് എടുത്താണ് പഞ്ചസാര ഇട്ടാണ് കലക്കി അങ്ങോട്ട് ചൂടാ. കാക്കാക്കും മിന്നൂനും എനിക്കൊക്കെ പിന്നെ കുരുമുളകും മല്ലിച്ചപ്പൊക്കെ ഇട്ടാണ്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറ് കേട്ടോ. ഇതൊന്നും ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. പോരാത്തതിന് കറണ്ടും പോയി, പെട്ടെന്ന് കറണ്ടും പോയി. അപ്പം എന്താ ചെയ്ത് ഞാൻ മുട്ടൊക്കെ ഞാൻ ബീറ്റ് ചെയ്തെടുത്താണ്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്ത് പിന്നെ മൈദപ്പൊടി ആയിക്കാണ്ട് ഇട്ട് കൊടുത്ത് നല്ലോണം കലക്കി എടുത്താണ്ടേ ഇത് മിക്സിയിലിട്ട് അടിച്ചൊക്കെ എടുക്കണം. അപ്പോൾ എല്ലാം സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇത് കുഴപ്പമൊന്നുമില്ല, എന്നാലും നല്ല മട്ടം പോലെ കിട്ടിയിക്കണ്. അപ്പോൾ ഞാനിതാ ചുട്ടുകൊണ്ട് നിൽക്കാൻ കേട്ടോ. ചട്ടിയിൽ നമ്മൾ ദോശച്ചട്ടി ഉണ്ടല്ലോ അടുപ്പത്ത് വെച്ചാണ്ട് അതിക്ക് എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് നമ്മൾ ഓയിൽ തേച്ച് കൊടുത്താണ്ട് പിന്നെ മാവ് ഞാൻ അതിക്ക് ഒഴിച്ച് കൊടുത്താണ്. പിന്നെ ഞാൻ അതിന് കൂടെ കുറച്ച് കുരുമുളക് പൊടി മല്ലിച്ചപ്പ് ഉള്ളതൊക്കെ പാടെ നുള്ളിപ്പെറുക്കിയാണ് അതിക്ക് ഇട്ട് കൊടുത്ത് മല്ലിച്ചപ്പ് കഴിഞ്ഞിക്കണ്. 1-2 ഇടാനേ കിട്ടിയിട്ടുള്ളൂ. ഇനി ബാക്കി മല്ലിച്ചപ്പ് ഇതൊക്കെ ഭയങ്കര പഞ്ചാട്ടോ. കൊണ്ടുവരുമോ പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കിയാൽ കഴിയുമോ. പിന്നെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാൻ നേരത്തെ നോക്കുമ്പോഴേക്കാരും കഴിഞ്ഞെന്ന് കാണുക. പിന്നെ രാവിലെ തന്നെ ഇപ്പോൾ പോയി വാങ്ങി കൊണ്ടുവരാനൊന്നും കഴിയില്ലല്ലോ, അങ്ങാടിക്ക് പോകണ്ടേ. ഇവിടെ വാതിക്കലൊന്നും നമ്മളെ പീടിയില്ല കേട്ടോ, കുറച്ചങ്ങോട്ട് പോകണം പീടിയൊക്കെ. അവിടെ ഒന്നും ഇങ്ങനത്തെ മല്ലിച്ചപ്പ് സാധനങ്ങളൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ പറയാനും പറ്റില്ല, എനിക്കറിയില്ല കേട്ടോ. പിന്നെ അങ്ങാടിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഇവിടെ കൊണ്ടുവരലൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യത്തെ അങ്ങോട്ട് ചുട്ടെടുക്കുക. ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കുറച്ച് ഇതേപോലെയൊക്കെ നമുക്ക് ചുട്ടങ്ങോട്ട് എടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അതിക്ക് ഇനി മാവ് കുറച്ചോടെ അടിയിലെത്തുമ്പോൾ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുത്താണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളെ ഹിസുട്ടിക്ക് നഴ്സറിക്ക് സ്നാക്കിലാക്കി കൊണ്ടുപോകാനൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഒന്ന് നമ്മളങ്ങോട്ട് ചുട്ടെടുത്തിട്ട് ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ അറിയേക്കാരം, ആദ്യമായിട്ടൊന്നും ഇല്ലേക്കാരം. നമ്മളിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല ഇട്ട് ഉണ്ടാക്കണത്, നമ്മളും പല തവണ അത് ഉണ്ടാക്കലൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് കറിയൊന്നും പെരയിൽ വെക്കാനില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മുട്ടിയും മൈദപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും തന്നെ ഇഷ്ടമായി. പിന്നെ കുരുമുളകും ഇതൊക്കെ ഇടുമ്പോൾ പിന്നെ കറിൻ്റെ ഒരു ആവശ്യം അവിടെ ഇല്ലല്ലോ. അങ്ങനെ മക്കളെ ഞാൻ പറഞ്ഞ മാതിരി മുട്ടദോശ 2 വകയായിട്ട് നമ്മളങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ടോ. ഇനിയിപ്പോൾ നമ്മളെ ഹിസുട്ടിനെ നീപ്പിച്ച് ഉണർത്തിയിട്ട് ഓളെ പല്ല് തേച്ച് കൊടുക്കണം, മാറ്റിച്ച് കൊടുക്കണം, ചായ കൊടുക്കണം, ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ഇനിയുണ്ട് കേട്ടോ. അപ്പോൾ വേഗം ചായയും കടിയും അങ്ങോട്ട് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഓളെ കുറച്ച് നേരം ഓളെ വയറ്റെല്ലാം അങ്ങോട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ ഓൾ മദ്രസക്ക് പോയിട്ടില്ലെങ്കിൽ ഇനി ഓൾ വരുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് എടുക്കല്ല. ചോറും കൂട്ടാനും ഒക്കെ സ്കൂൾക്ക് കൊണ്ടുപോകാൻ ചോറും കൂട്ടാനൊക്കെ വേണം കേട്ടോ. അങ്ങനെ ഹിസുട്ടി മദ്രസിട്ട് വന്ന് സ്കൂൾക്കുള്ള ചോറും കൂട്ടാനൊക്കെ ആക്കിയതാ സ്കൂൾക്ക് പോകണം കേട്ടോ. അപ്പോൾ നമ്മളെ കാക്കാൻ്റെ പെണ്ണ് കേട്ടോ സ്കൂൾക്ക് പോണത്. കാക്കയാണ് കേട്ടോ, ഓളെ സ്കൂൾ ട്രിപ്പിൻ്റെ ഡ്രൈവറാണ് കേട്ടോ, വണ്ടി ഡ്രൈവറാണ്. ഓളത് മാത്രമല്ല വേറെ 2-3 സ്കൂളൊക്കെ ഉണ്ട്. നമ്മളെ ഹിസുട്ടിൻ്റെ നഴ്സറിക്ക് വണ്ടി വരലൊരു 10:15 ആകുമ്പോൾ അങ്ങോട്ട് വരും കേട്ടോ. പിന്നെ അങ്ങനെ ഓള് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ അടിച്ചു തരാനും പാത്രം മോറാനും തുടക്കാനും പറഞ്ഞ മാതിരിക്ക് പാത്രം മോറലൊക്കെ ഇപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അങ്ങോട്ട് കഴിച്ചും ഞാൻ പറഞ്ഞില്ല. മദ്രസിട്ട് വരുമ്പോഴത്തേന് ഏകദേശം പണികളൊക്കെ അത് കഴിച്ചും. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ റിനും റിഫൊക്കെ മദ്രസിട്ട് വന്നാണ്ട് ചായയൊക്കെ കുടിച്ച് മുറ്റൊക്കെ അടിച്ചേരി ഓല് കുളിച്ച് മാറ്റി ഒരുങ്ങി സ്കൂൾക്ക് അങ്ങോട്ട് പോവുകയും ചെയ്ത് ഓല് മുറ്റൊക്കെ അടിച്ചേരി തരും കേട്ടോ. 2 ഞാൻ കുറച്ച് മുറ്റം അടിച്ചു തരാൻ മാത്രം ഉണ്ട് കേട്ടോ, അത്യാവശ്യം മുറ്റുണ്ട് നമുക്ക് അടിച്ചു തരാൻ മാത്രം. അപ്പോൾ ഓല് 2 ഭാഗമാക്കി ഞാൻ അങ്ങോട്ട് തിരിച്ചില്ല. ഒരു ഭാഗം ഒരാൾ അടിച്ചേരിക്കോളി, ഒരു ഭാഗം അടിച്ചേരിക്കോളി. ഓല് പിന്നെ ഒന്നും അങ്ങനെ അടിച്ചേരി പോകും കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇന്ന് നമ്മളെ പെരയിൽ പണിക്കാരും കാര്യങ്ങളും കല്യാണം തിരക്കൊക്കെ ആയിട്ട് പ്ലംബിങ്ങിൻ്റെ പണിയും അതും ഇതൊക്കെ ആയിട്ട് മുറ്റക്കാകെ കീറിട്ടൊക്കെയാണ്. പൈപ്പ് കുറേ അങ്ങോട്ട് മാറ്റലും കുറേ ഇങ്ങോട്ട് മാറ്റലെന്ന് പറഞ്ഞ മാതിരി ഓരോ പണിയും സൊഹലമാണ്. അപ്പോൾ പിന്നെ നമ്മളെ മിന്നുണ്ട് കേട്ടോ ഇവിടെ. ഓക്കിപ്പോൾ ലീവായിട്ട് ഓള് വന്നത് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഓള് കോഴി കൊണ്ടുവന്നിന്. അപ്പോൾ ഓൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കണ്ടില്ലേ, പൈപ്പൊക്കെ ഇങ്ങനെ കീറിയിട്ടാണ് അതിനുള്ളിൽ നിറച്ചും ചണ്ടും ചമ്മലും. നമ്മളിവിടെ ചാമ്പക്കന്മാരുണ്ട് മക്കളെ, ആ ചാമ്പക്കന്മാരത്തുമ്പോൾ എന്തോ ഇലക്കൊഴിച്ചിലാണ് അറിയോ. അപ്പോൾ വാട്ടി അതൊക്കെ ഒന്ന് അങ്ങോട്ട് തൂർത്ത് കൊടുക്കാറുണ്ടോ. ഇന്നലെ അത് പൊട്ടിച്ചിക്കണ്, ഇന്നലെ കീറിയാട് പൈപ്പൊക്കെ ഇട്ടിക്കണ്. പൈപ്പ് അവിടെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളാകെ മുടങ്ങില്ലേ. പൈപ്പ് ഇടാഞ്ഞാൽ പിന്നെ പൈപ്പിൻ്റെ കുറ്റി തരാൻ വേണ്ടി ആകെ ഒന്ന് കളിച്ചപ്പം പൈപ്പ് അങ്ങോട്ട് പൊട്ടിയും ചെയ്ത് ഇന്നലെ എന്നിട്ട് വെള്ളം ഇല്ലായിട്ട് നമ്മളവിടെ വേറൊരു പൈപ്പ് ഉണ്ടായിന്, പച്ച പൈപ്പ്. ആ പൈപ്പിൽ കൂടെ വെള്ളമൊക്കെ എടുത്ത് എന്തോ ഒരു ബുദ്ധിമുട്ടായി. പണിക്കാരുണ്ടാവലും വൈറ്റങ്ങൾക്ക് വെച്ചുണ്ടാക്കലും കൊടുക്കലും അതും ഇത് കുട്ടികളെ പറഞ്ഞേക്കലും ഒക്കെ പാട് തിരക്കായിട്ട് നമ്മൾക്ക് ആകെ പാടി ഇനി മക്കളെ. അപ്പോൾ ഏതായാലും രാവിലെ തന്നെ പൈപ്പൊക്കെ ഒന്ന് റെഡിയാക്കിക്കാണ്ടേ ഇതൊക്കെ മണ്ണിട്ട് അങ്ങോട്ട് മൂടാണ് കേട്ടോ. കണ്ടില്ലെങ്കിൽ നമ്മുടെ ചാമ്പക്ക മരത്തുമ്പോൾ അങ്ങോട്ട് വീണം ഇലയാണ് അതൊക്കെ പടം. തണുപ്പ് ഇങ്ങോട്ട് ആയിട്ടുണ്ടെങ്കിൽ ഇലക്കൊഴിച്ചിലേക്കാരല്ലേ, ഇപ്പോൾ തണുപ്പൊക്കെ തുടങ്ങിയില്ലേ.
അപ്പോൾ അത് ആ മണ്ണിട്ട് അങ്ങനെ മൂടി കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ കാട്ടിത്തരാം, ഇന്നലെ വെള്ളം പോണതൊക്കെ ഞാൻ കാട്ടിത്തരാം കേട്ടോ. വെള്ളം പൈപ്പ് പൊട്ടിയാണ് കണ്ടോ. ഈ ചാമ്പക്ക മരത്തുമെന്നാണ്, ചാമ്പക്ക മരത്തുമ്മൽ പൂവൊക്കെ ഇടല്ലോ തുടങ്ങി, നിറയെ പൂവുണ്ടാവും, ചാമ്പക്കൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ആപ്പിൾ ചാമ്പക്കയാണ് ഇട്ടത്. ഇങ്ങനെ ഒരു ശല്യമുണ്ട് മാത്രം, പൂവാണ് പൂത്തിട്ടുണ്ടെങ്കിൽ ആകെ മുറ്റത്ത് നിറച്ചും പൂവേക്കാറ്, ഒരു കൊട്ട വാരാൻ മാത്രം പൂവുണ്ടാവും. അപ്പോൾ കണ്ടില്ലേ ഇവിടുത്തെ പൈപ്പ് ഇങ്ങോട്ട് അരുവൊക്കെ അങ്ങോട്ട് ആക്കിക്കാറുണ്ടാവും. മുറ്റം നമ്മൾ വലുതാക്കിയപ്പോഴേ പൈപ്പ് നടുക്കായി, മുറ്റമൊക്കെ ഒന്ന് അങ്ങോട്ട് വലുതാക്കി നമുക്ക് എന്തെങ്കിലും കുട്ടികളെ ഫംഗ്ഷനും കാര്യങ്ങളും അതും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചെറിയ മുറ്റം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മളെ തിരുമ്പലൊക്കെ കഴിഞ്ഞതാ നമ്മളെ അയിലമ്മൽ അങ്ങോട്ട് തോരട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കുറച്ച് വിറകൊക്കെ ഉണ്ടായി തൊടുവിൽ കൊത്തി മാന്തി കീറിടാൻ. ഇന്നാളത്തെ വിറക് കുറഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. വിറക് നമ്മൾ ബില്ലിൽ നിന്ന് വാങ്ങി. അപ്പോൾ ഇവിടെ കുറേ പൊടണ്ണയും അതും ഇതും തെങ്ങൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ മുറ്റം വെള്ളാക്കിയപ്പോൾ മുറ്റത്തെ തെങ്ങൊക്കെ മുറിച്ചപ്പം അതൊക്കെ ഉണ്ടായിനി. അപ്പോൾ അതൊക്കെ മുറിച്ചിട്ടും ചെയ്തിനി. അപ്പോൾ അതൊക്കെ പാടാൻ മറ്റേ ആ മെഷീൻ ഉണ്ടല്ലോ, ആ മെഷീനിൽ വന്നാണ്ട് ഓല് റെഡിയാക്കി തരുന്നൊക്കെ ഉണ്ടായിന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കാക്കാക്ക് ജ്യൂസ് ആണെന്ന് പറഞ്ഞാൽ ജ്യൂസും കൊടുത്ത്, പണിക്കാർക്കും ജ്യൂസ് കൊടുത്ത്. അങ്ങനെ നമ്മളെ മിന്നുണ്ടാക്കിയ കോഴി, പുതിയാപ്പിള കോഴി എന്നാണല്ലോ ഇതിന് പേര് ഓള് പറയാം. ഓള് ഓരോന്ന് കാണും, ഓള് ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. കോഴി ഇതൊക്കെ ഉണ്ടാക്കാൻ എന്താ ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഉണ്ടാക്കാനും ഇതിന് സമയമില്ല എന്നുള്ളൂ. ഉള്ള സമയത്തൊക്കെ ഓൾ ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ. പിന്നെ ഓൾക്കൊന്ന് പോകുമ്പോൾ കൊണ്ടുപോകും വേണം, വൈകുന്നേരം ഓൾക്ക് അവിടെ എത്തും വേണം, ഹോസ്പിറ്റലിൽ എത്തും വേണം. അപ്പോൾ പിന്നെ ഓൾക്ക് വൈകുന്നേരം രാത്രിക്കത്തെ ചായക്ക് അല്ല, രാത്രിക്കത്തെ ചോറല്ല പൊറോട്ട വാങ്ങാൻ വെച്ചേ. ഉച്ചക്ക് ചോറൊന്ന് പോയാൽ പിന്നെ പൊറോട്ട വാങ്ങല്ലോ എന്ന് പറഞ്ഞാണ്ട് ഓള് പിന്നെ ഓള് ഉണ്ടാക്കിക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ജ്യൂസും കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ജ്യൂസ് ഉണ്ടാക്കിയില്ലേനോ. അപ്പോൾ ഓള് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങിക്കാൻ നമ്മളെ കക്കയിലും. പിന്നെ ഓള് ഇതിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ വേണ്ടി പാല് കഴിഞ്ഞിനി. അപ്പോൾ ഓള് ഇതിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ വേണ്ടി തേങ്ങയൊക്കെ ചിരണ്ടീനി. അപ്പോൾ പാല് കുറച്ച് ബാക്കി ഉണ്ടായപ്പോൾ ഞാനെന്ത് ചെയ്ത് ഈ കക്കരിക്ക് ആ പാല് പറഞ്ഞാണ്ട് അടിച്ചെടുത്തപ്പോൾ നല്ല ഇളനീൻ ജ്യൂസിൻ്റെ ടേസ്റ്റ് മക്കളെ നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കില്ല, അടിപൊളി ടേസ്റ്റ് കിട്ടും. കാക്കാക്ക് കൊടുത്തപ്പോൾ കാക്ക പറഞ്ഞ നല്ല അടിപൊളി ടേസ്റ്റ്, ഇളനീൻ ജ്യൂസിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഇവിടെത്തിപ്പം അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ വെള്ളം ഇങ്ങനെ ഒലിച്ച് പോണ്, പൈപ്പ് പൊട്ടിക്കാണ്ട്. അത് ഇന്നലെ കൊത്തിയില്ലേ, അവിടെ കുറ്റി എവിടെ നോക്കാൻ വേണ്ടി തുറന്നതേ, ഇനി അതിൽ കുറ്റി അവിടെ പൊട്ടിയും ചെയ്ത്. പിന്നെ വെള്ളത്തിനാകെ നമ്മൾ ബുദ്ധിമുട്ടായും ചെയ്ത്. പിന്നെ മുറ്റത്തെ വെള്ളപ്പൈപ്പ് അങ്ങോട്ട് പൊട്ടിയതോട് പിന്നെ മറ്റേ പൈപ്പിലൊക്കെ നമ്മൾ ബക്കറ്റ് കൊണ്ടുപോയാണ് വെള്ളം അങ്ങോട്ട് എടുത്ത് നോക്കിയപ്പം അതിൽക്കൂടെ ഒന്നും വെള്ളം വരുന്നില്ല കേട്ടോ. ഏകദേശം വെള്ളമൊക്കെ ഇപ്പോൾ ഇതിലൂടെ ഞാൻ പോയി കഴിഞ്ഞത്. നമ്മൾ അടുക്കളയിൽ ഓരോ പണിയെടുക്കുന്ന സമയത്ത് വെള്ളം ഇല്ല, ഞാൻ എന്തോ ഒരു ബുദ്ധിമുട്ടായിക്കാറില്ലേ. പാത്രമൊക്കെ പിന്നെ ആകെ നിരന്നിക്കൊണ്ടേക്കാറ്. നമുക്ക് എടുക്കണ പണി അപ്പൊക്കെ പ്ലേയാണ് എടുക്കണം. പാത്രം മോറിൽ ഒന്ന് നിരന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് മോറി നന്നാക്കിയില്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു പൊറുതിയേടാണ്. ഇന്ന് പൊക്കപ്പാട് അവിടെ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ നന്നാക്കിയിട്ട് വേണം. ഇപ്പോൾ നമ്മളെ മോട്ടർ നനക്കണ ഓസൊക്കെ ഉണ്ട്, അതുകൊണ്ടൊക്കെ നമ്മളിങ്ങനെ വെള്ളം എടുത്തിട്ടാണ് കേട്ടോ പിന്നെ അകത്തൊക്കെ കൊണ്ടുവന്നാണ്ട്. നമുക്ക് കുറേ അതിനിപ്പോൾ ഇങ്ങനെയൊക്കെ ചേലായിട്ട് നമ്മൾ പണ്ടൊക്കെ കുറേ വെള്ളം കെട്ടിയതാണ് കേട്ടോ. ചെറുപ്പത്തിലൊക്കെ വെള്ളമില്ലാത്ത നാട്ടിലേനി നമ്മൾ ഇഷ്ടംപോലെ വെള്ളം കെട്ടിയതാണ്. അത് പറഞ്ഞിട്ട് കാലം ഇപ്പോൾ ഇതൊക്കെ ചേലാക്കിയപ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ നമ്മളെ പ്ലംബിങ്ങിൻ്റെ പണിക്കാരൻ 2ാം നിലയിൽ നിന്ന് ബാത്റൂമുകളുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട് 2 ബാത്റൂമുണ്ട്. അപ്പോൾ ഈ ബാത്റൂം ഇപ്പോൾ റെഡിയാക്കണില്ല, മറ്റേ റൂമത്തെ ബാത്റൂമൊക്കെ റെഡിയാക്കി എടുക്കണുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ ഹിസുട്ടി വൈകുന്നേരം നെയ്സറിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ബ്രെഡും കൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കാനും നേരം കിട്ടില്ല. അപ്പം ഇനി ബ്രെഡ് വാട്ടിക്കാട് കോഴിക്കടായൊക്കെ ഉണ്ടല്ലോ അതും കൂട്ടി കൊടുക്കാന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ ഹിസുവിൻ്റെ അടുത്ത് ബ്രെഡ് വാങ്ങി കൊടുത്താണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓള് വന്നപ്പോൾ ബ്രെഡും കൊണ്ട് അങ്ങോട്ട് വന്നും ചെയ്തിരുന്നത്. അപ്പോൾ വൈകുന്നേരത്തെ ചായക്കടി ബ്രെഡ് വാട്ടിയതും കോഴിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ തിന്ന് കഴിഞ്ഞ് പിന്നെ അത് രാത്രിയായിട്ട് പിന്നെ നമുക്ക് ആടും കച്ചവടത്തിൻ്റെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ആടാളൊക്കെ കൊണ്ടു തിന്നിട്ടോ. കാക്ക അപ്പുറത്തോടോ പോയിക്കാണ്ട്. അപ്പോൾ 2-3 കുട്ടികളോട് നമ്മൾ ആടല്ലേ പറയില്ലേ കച്ചവടത്തിന് ഇങ്ങനെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്ര തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.